നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ജോലി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? വെറുതെ തമാശ പറയുന്നതല്ല, ശരിക്കും അത്തരത്തില് ജോലിയുണ്ട്. ഫിൻലാൻഡിലെ ഒരു ഹോട്ടലിലാണ് ഈ ഉറങ്ങാനുള്ള ജോലിയുള്ളത്. ഹോട്ടലിലെ ബെഡുകളുടെ കംഫർട്ട് മനസ്സിലാക്കുക എന്നതാണ് ഈ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോട്ടലിലെ ബെഡിൽ രാത്രി മുഴുവനും കിടന്ന് രാവിലെ ബെഡിന്റെ കംഫർട്ടിനെ കുറിച്ച് ഒരു റിവ്യൂ എഴുതി നൽകണം. പ്രൊഫഷണൽ സ്ലീപ്പ്. അടുത്തത് ഫുൾ ടൈമായി നെറ്റ്ഫ്ലിക്സിൽ വീഡിയോകൾ കാണാനുള്ള ജോലിയാണ്. ഇതിന് നിങ്ങൾക്ക് വലിയൊരു ശമ്പളവും ലഭിക്കും. എന്താ അല്ലേ? ഇത് ഈ നെറ്റ്ഫ്ലിക്സിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളിൽ ആൾക്കാർ കാണുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടിയും, പിന്നെ ഈ വീഡിയോകളൊക്കെ ഏത് കാറ്റഗറിയിലാണ് എന്ന് മനസ്സിലാക്കി വ്യൂവേഴ്സിന് അവർ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് കാണിച്ചു കൊടുക്കുവാനും വേണ്ട കാര്യങ്ങൾ എളുപ്പത്തിലാക്കുവാനാണ്. എന്നാലും ഈ ജോലി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഫ്രീ ആയി വീഡിയോസും കാണായിരുന്നു, അതേപോലെ തന്നെ ശമ്പളവും കിട്ടുമായിരുന്നു അല്ലെ? ട്രെയിനുകളിലേക്ക് ആൾക്കാരെ തള്ളിക്കയറ്റുവാനുള്ള ജോലി കിട്ടിയാൽ എങ്ങനെയിരിക്കും? ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നിയേക്കാം. അങ്ങ് ജപ്പാനിലാണ് ഈ പറഞ്ഞ ആൾക്കാരെ ട്രെയിനിൽ തള്ളിക്കയറ്റാനുള്ള ജോലിയുള്ളത്. സബ്വേ പുഷർ അല്ലെങ്കിൽ പ്രൊഫഷണൽ പുഷർ എന്നാണ് ജോലിയുടെ പേര്. തിരക്കുള്ള സമയങ്ങളിൽ ട്രെയിനിലേക്ക് കയറുവാൻ ആൾക്കാർക്ക് കഴിയാതെ വരുമ്പോൾ ഈ പ്രൊഫഷണൽ പുഷർമാർ ട്രെയിനിലേക്ക് ആൾക്കാരെ തള്ളിക്കയറ്റും. പരമാവധി പെട്ടെന്ന് ആൾക്കാരെ ട്രെയിനിലേക്ക് കയറ്റുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ തിരക്ക് കാരണം ആൾക്കാർ ട്രെയിനുകളിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം ഒഴിവാക്കി ട്രെയിനുകൾ കൃത്യസമയത്ത് അതാത് സ്റ്റേഷനുകളിൽ എത്തുന്നതിന് ഇത് സഹായിക്കുന്നു എന്നാണ് കണ്ടെത്തൽ. മണത്ത് നോക്കുവാനായി ജോലി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? മണത്ത് നോക്കുവാനുള്ള ജോലിയോ എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. ഇത് ഡിയോഡ്രന്റ് കമ്പനികളിലും പെർഫ്യൂം കമ്പനികളിലും അവരുടെ പ്രൊഡക്റ്റുകളുടെ സ്മെല്ല് അനലൈസ് ചെയ്യുന്ന ജോലിയാണ്. ഈ ജോലി കിട്ടണമെങ്കിൽ സ്മെല്ല് ഇവാലുവേറ്റ് ചെയ്യാനുള്ള അസാധാരണമായ കഴിവ് ഉണ്ടാവണം. മീൻസ് ഏറ്റവും മിനിമം സ്മെല്ല് ഡിഫറൻസ് പോലും തിരിച്ചറിയാൻ സാധിക്കണം. പിന്നെ ഇതിന് കമ്പനികളുടെ ഭാഗത്തു നിന്നും ട്രെയിനിങ്ങുകളുമുണ്ട്. നിങ്ങൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ആൾക്കാർ മരിക്കുമ്പോൾ നിങ്ങൾ കരയുമോ? എന്നാൽ ജപ്പാനിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതും ഈ പറഞ്ഞു വന്നതുപോലെ ഒരു ജോലിയാണ്. സംഭവം ജപ്പാനിലും അതേപോലെ തന്നെ ഏഷ്യയുടെ മറ്റ് സൗത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിലും ഒരു വിശ്വാസമുണ്ട്. അത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശവമടക്കലിന്റെ സമയത്ത് ആൾക്കാർ നല്ല ശബ്ദത്തിൽ കരയണമെന്ന്. അതിനുവേണ്ടിയാണ് പണം നൽകി ആൾക്കാരെ കൊണ്ടുവന്ന് കരയിപ്പിക്കുന്നത്. ഇതിനെ പ്രൊഫഷണൽ മൗണേഴ്സ് എന്ന് പറയും. അടുത്തത് ലൈൻ സ്റ്റാൻഡേഴ്സ് അഥവാ മറ്റൊരാൾക്ക് വേണ്ടി ക്യൂവിൽ നിൽക്കുക എന്ന ജോലി. ഇതിന് നല്ലൊരു തുക തന്നെ പേയ്മെന്റായി ലഭിക്കും. ചില വലിയ ക്യൂകളിൽ ഒരുപാട് നേരം നിന്ന് സമയം പാഴാക്കാതിരിക്കാനാണ് ആൾക്കാരെ വെച്ച് ക്യൂ നിർത്തിക്കുന്നത്. ബ്രാൻഡുകളുടെ പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ആവുമ്പോഴും, അതായത് ആപ്പിളിന്റെ ഒക്കെ പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ആവുമ്പോഴും, സിനിമ തിയേറ്റർ ടിക്കറ്റുകൾ പോലെയുള്ള ടിക്കറ്റുകൾ വാങ്ങുവാനും, പിന്നെ ഓഫീസുകളിൽ ക്യൂ നിൽക്കേണ്ടി വരുമ്പോഴും ഇങ്ങനെ ലൈൻ സ്റ്റാൻഡേഴ്സിനെ ക്യൂവിൽ നിർത്തിക്കാറുണ്ട്. ഇത് വിദേശ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.